ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കളക്ടർ വരുന്നതിനെക്കുറിച്ചൊക്കെ അവിടെ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. നമ്മളിൽ ഒരാളായിട്ട് സാധാരണക്കാരിയെ പോലെയാണ് കളക്ടർ വരുന്നത്. ഔദ്യോഗിക വാഹനമോ പോലീസ് പ്രൊട്ടക്ഷനോ ഒന്നും ഇല്ലാതെ നമ്മുടെ സഹ ഓട്ടോക്കാരനായ ഭർത്താവ് വിഷ്ണുവിൻ്റെ കൂടെ ഓട്ടോയിലാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ കാത്തു നിൽക്കുന്നുണ്ട് സ്വീകരിക്കാനായിട്ട് ഫ്രണ്ടിൽ. അതേസമയം വിഷ്ണു ഓട്ടോയിൽ ഇവരെ കൊണ്ടുവരുന്നുണ്ട്. അന്നേരം ശാലിനി ഇറങ്ങുകയാണ്. തുടർന്ന് അവർ ബുക്കൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട് ശാലിനി. അന്നേരം വിഷ്ണുവും കുട്ടികളും കൂടി ഇത് കണ്ട് ആകെ സന്തോഷം. വിഷ്ണുവിന് ആകെപ്പാടെ ഒരു സന്തോഷം ശാലിനി ഇങ്ങനെ സ്വീകരിക്കുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ. തുടർന്ന് ശാലിനി അവരോടൊപ്പം അകത്തേക്ക് കയറി പോകുന്നുണ്ട്. വിഷ്ണു ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ ഈ കുറച്ച് കുട്ടികൾ അവിടെ ഊഞ്ഞാലാടുന്നൊരു സീൻ കാണിക്കുന്നുണ്ട്. അന്നേരം സത്യയും പപ്പിയും കൂടി അങ്ങോട്ടത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും. വിഷ്ണു രണ്ടുപേരും ഉടുപ്പിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട് എങ്ങോട്ടത്തേക്കാണെന്നുള്ളത്. അന്നേരം ഞങ്ങൾ ഇവിടെ കളിക്കാൻ പോവുകയാണെന്ന്. അന്നേരം അകത്തവിടെ പരിപാടി നടക്കുകയില്ല, നമുക്ക് അങ്ങോട്ട് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അച്ഛനൊന്ന് പോയി, അവിടെ ബോറടിക്കും, ഞങ്ങൾ ഇവിടെ നിന്ന് കളിച്ചോളാന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം ആഹാ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ പൊയ്ക്കോ ഞങ്ങളിവിടെ കളിച്ചോളാന്നും പറഞ്ഞിട്ട് ആ കുട്ടികളോടൊപ്പം ചെന്ന് സത്യയും പപ്പിയും കളിക്കുന്നുണ്ട്. ഞങ്ങളും കൂടി ആടട്ടേയും ചോദിക്കുമ്പോൾ ഓന്ന് പറഞ്ഞിട്ട് ഈ സത്യയും പപ്പിയും ഒക്കെ ഇരുത്തി അവരിങ്ങനെ ഊഞ്ഞാലാട്ടുന്നുണ്ട്. അന്നേരം അച്ഛൻ പൊയ്ക്കോ ഇതെന്തൊരു കഷ്ടമാണ്, ഞങ്ങളിവിടെ നിന്ന് കളിച്ചോളാം എന്നൊക്കെ ഊഞ്ഞാലാടിക്കൊണ്ട് സത്യ പറയുന്നുണ്ട്. അന്നേരം സൂക്ഷിച്ചോളണേ, ആടി പിള്ളേരോട് അടി കൂടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു അകത്തേക്ക് കയറുന്നുണ്ട്. ഈ സമയത്താണ് സുസ്മിത ഗുണ്ടകൾ എത്തുന്നത്. അന്നേരം ഒരാൾ പറയുന്നുണ്ട് ഇത് കുറേ കുട്ടികളുണ്ടല്ലോ ഏതാണെന്നുള്ളത്. അന്നേരം അതിൽ പീറ്റർ എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട് നല്ല ഡ്രസ്സിട്ട കുട്ടികളില്ലേ അതിൽ ഒരാളെയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടതെന്ന്. അന്നേരം അതിപ്പോൾ ആരെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പീറ്റർ സുസ്മിതയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം കഴിഞ്ഞോ ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങളിവിടെ എത്തി, പക്ഷേ ഇവിടെ 2 കുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ 2നെയും പൊക്കിക്കോ, ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ളതാണ്, ഒന്നായാലും രണ്ടായാലും നമുക്ക് കാര്യം നടന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു ഓട്ടോക്കാരുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ്, ഒരു ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ എങ്കിൽ സൂക്ഷിക്കണം, ഈ കാക്കക്കൂട്ടം പറിച്ചു വരുന്നത് പോലെയാണ്, ചങ്കെടുത്ത് കൊടുക്കുന്നവരാണ് ഈ ഓട്ടോക്കാർ, അവർ കൂട്ടിയാൽ നമ്മളെ കൊണ്ട് കൂടില്ല, എന്നിട്ട് ഇരുട്ടിയിട്ട് കുട്ടികളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുമ്പോൾ ചടങ്ങ് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പീറ്റർ ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സുബൈദയാണെങ്കിൽ സുബൈർക്കാരുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഇത്രയ്ക്ക് ക്രൂരത എൻ്റെ മകൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഇക്കാനോട്, അല്ലെങ്കിൽ അവൻ ഇത്രയ്ക്ക് ക്രൂരത കാണിക്കുമ്പോൾ എന്തോ ലഹരി അവൻ്റെ ഉള്ളിലുണ്ട്, ഇക്ക നൂർജഹാനേക്കാളും അല്ലെ അവനെ മകനായിട്ട് സ്നേഹിച്ചത്, എന്നിട്ടും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ ഇക്കാനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് സുബൈർക്കാരുടെ കൈ പിടിച്ച് ഈ സുബൈദയാണെങ്കിൽ ആകെ കരച്ചിലും ബഹളവും ഒക്കെയാണ്. അതിനുശേഷം സുബൈദ പറയുന്നുണ്ട് നമുക്ക് നൂർജഹാൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി ഒന്ന് ആലോചിക്കാം, ഈ കല്യാണം നമുക്കിപ്പോൾ നടത്തണ്ട, അല്ലെങ്കിൽ അവൻ്റെ കൈകളിൽ എൻ്റെ മകനൊക്കെ ശരി തന്നെ, പക്ഷെ അവൻ്റെ കൈകളിലേക്ക് നൂറിനെ കൊടുത്താൽ എൻ്റെ നബീസത്തിൻ്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല എന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഈ കല്യാണം ഇപ്പം നടത്തണ്ടിക്ക എന്നിങ്ങനെ പറയുമ്പോൾ ഈ സുബൈർക്കായ്ക്ക് അകപ്പാടെയും സന്തോഷം, ശ്വാസം നേരെ വീണതുപോലെ മുഖത്ത് ആ ഒരു കണ്ണുകളുടെ ആ ഒരു തിളക്കം കാണാം. പക്ഷേ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നസീറിൻ്റെ വാപ്പയാണെങ്കിൽ അവിടത്തെ വരുന്നുണ്ട്, ഇല്ല നടത്തും എന്ന് പറയുകയാണ്. അന്നേരം അത് പിന്നെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ എന്നിങ്ങനെ സുബൈദ ചോദിക്കുമ്പോൾ ഇല്ല അവൻ്റെ കൂട്ടുകെട്ടാണ് അവനെ വഷളാക്കുന്നത്, അതൊരു കല്യാണം അതിനുള്ള വരുന്നാണ് ഈ നൂർജഹാൻ എന്നുള്ളത്. അപ്പോൾ അവൻ്റെ മയക്കുമരുന്നിന് അടിമയായ ആളുകൾ വരെ ജീവിതത്തിലേക്ക് കല്യാണം കൊണ്ട് തിരികെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കൊന്നും കൈവിട്ട് പോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കണോ, ഒരു പരീക്ഷണ കല്യാണമാണോ എന്നൊക്കെ സുബൈദ ചോദിക്കുമ്പോൾ അങ്ങനെയും പറയാം, എനിക്ക് അന്യനാട്ടിൽ കിടന്ന് നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു തരാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ, പക്ഷെ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ നോക്കേണ്ടത് നിന്റെ ചുമതലയായിരുന്നു, മകൻ വഴിവിട്ട് പോയിട്ടല്ല അവനെ ഓർത്ത് വിഷമിക്കേണ്ടത്, അതിനു മുന്നേ എല്ലാ ആവശ്യങ്ങൾക്കും നീ നടത്തിക്കൊടുത്ത് അവൻ്റെ കാര്യങ്ങൾ ഓരോന്നിനും വളം വെച്ച് കൊടുക്കുമ്പോൾ നീ ആലോചിക്കണമായിരുന്നു. അപ്പോൾ നിന്റെ പിടിപ്പ് കേടുകൂടി കൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് അവനെ നന്നാക്കി എടുക്കേണ്ട ബാധ്യത നിനക്ക് കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കല്യാണം നടത്തും എന്നുള്ളൊരു വാശിയിൽ നസീറിൻ്റെ വാപ്പ നിൽക്കുകയാണ്. അന്നേരം ഇല്ല ഇതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ എൻ്റെ ഇക്ക അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ഇക്ക ഈ അവസ്ഥയിൽ എന്നിങ്ങനെ പറയുമ്പോൾ അത് മുഴുമിപ്പിക്കാനായിട്ട് നസീറിൻ്റെ വാപ്പ സമ്മതിക്കുന്നില്ല. നീ ഇപ്പോൾ നിൻ്റെ ഇക്കായുടെ മകളുടെ കാര്യത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നിൻ്റെ മകൻ്റെ വശത്ത് നിന്നാണ് ചിന്തിക്കേണ്ടത്, അവനെ നന്നാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ് നിൻ്റെ ചുമതല, അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ എതിർത്താലും ഞാൻ ഈ വിവാഹവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, വേറൊന്നും എനിക്ക് അറിയണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് നസീറിൻ്റെ വാപ്പ ദേഷ്യപ്പെട്ടു പോകുമ്പോൾ സുബൈർക്കായ്ക്കും ആകെ വിഷമം വരികയാണ്. ഈ സുബൈദ വീണ്ടും സുബൈർക്കായുടെ അടുക്കൽ ഇരിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്, റബ്ബേ എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്നും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് സുബൈദ ഇരിക്കുന്നുണ്ട്. അന്നേരം ഈ സുബൈർക്കായ്ക്കും ആകെ സങ്കടം വന്ന് ഈ 2 കണ്ണുകളിലൂടെ ഇങ്ങനെ കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട്.
ഇതേ സമയം അവിടെ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ശാലിനിക്ക് ഇങ്ങനെ ആശംസയും സ്വാഗതവും ഒക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണു അവിടെ ഫ്രണ്ട് സീറ്റിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അന്നേരം കുട്ടികൾ എവിടെയും ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ ഊഞ്ഞാലാടുകയാണെന്നുള്ളത് വിഷ്ണു പറയുന്നുണ്ട്. അതിനുശേഷം ശാലിനി അവിടെ ആശംസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കളക്ടർക്ക് വന്നതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ആദ്യം 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുറേ കുട്ടികൾക്ക് ട്രോഫി കൊടുക്കുന്നുണ്ട്, ശാലിനി കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഫുൾ A+ വേടിയ ശ്രീമോളെ ആദരിക്കുന്ന ചടങ്ങെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീമോളെ ക്ഷണിക്കുന്നതിനോടൊപ്പം ശ്രീമോൾക്ക് ഒരു കൂട്ടുകാരനെ പോലെ കൂടെ നിന്ന് എല്ലാവിധ പ്രോത്സാഹനം നൽകി ശ്രീധരേട്ടൻ, ശ്രീമോളുടെ അച്ഛൻ ശ്രീധരേട്ടനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി കയറി വരികയാണ്. അന്നേരം എല്ലാവരും കയ്യടിയും ബഹളമൊക്കെയാണ്. വിഷ്ണു ഉണ്ട്, രാമേട്ടനുണ്ട്, വിഷ്ണു അങ്ങ് ആകെപ്പാട് സന്തോഷത്തിലാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വന്നിട്ട് ശ്രീമോൾക്ക് പൊന്നാട അണിയിച്ചിട്ട് ട്രോഫി കൊടുക്കുന്നുണ്ട്. ശാലിനിയുടെ കാലൊക്കെ തൊട്ട് തൊഴുകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നാൾ പറയുന്നുണ്ട്. ഇനി 2 വാക്ക് സംസാരിക്കാനായിട്ട് ശ്രീധരേട്ടനെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട എന്നിങ്ങനെ ശ്രീധരേട്ടൻ പറയുകയാണ്. അന്നേരം വരണം ശ്രീധരേട്ട, നിങ്ങളുടെ മനസ്സിലുള്ള സന്തോഷം എന്താണ് വാക്കുകളായിട്ട് ഞങ്ങളോടൊപ്പം പറയണം എന്നിങ്ങനെ നിർബന്ധിച്ച് ശ്രീധരേട്ടനെ വിളിക്കുന്നുണ്ട്. അന്ന് വിഷ്ണുവും ചെല്ല് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീധരേട്ടൻ ചെല്ലുന്നുണ്ട്. ശേഷം പറയുന്നുണ്ട്, എൻ്റെ മകളോടൊപ്പം ഇന്ന് വിജയം നേടിയ എല്ലാ കൊച്ചുമക്കൾക്കും ആശംസകൾ അറിയിക്കുന്നു. അവർക്ക് ഇനിയും തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കട്ടെ. പിന്നെ എൻ്റെ മോള് ഈ നേടിത്തന്നത് ഒരച്ഛന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ്. മുണ്ട് മുറുക്കി കൊടുത്ത് ഞാൻ അവളെ പഠിപ്പിച്ചതിന് എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഇതെൻ്റെ മാത്രം വിജയമല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും ഈ നാട്ടിലെയും ഓരോരുത്തരുടെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ വിജയമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇനി മോൾക്ക് എന്താണ് പറയാനുള്ളത് അതൊക്കെ പറയുമ്പോൾ ശ്രീധരേട്ടൻ്റെ ശബ്ദം അങ്ങോട്ട് ഇടറുന്നുണ്ട്. ഇനി മോൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി മൈക്കിനടുത്തേക്ക് വന്നത് പറയുന്നുണ്ട്, സ്നേഹം പിന്നെ പറഞ്ഞറിയിക്കാനായിട്ട് എനിക്കറിയില്ല, അത് പ്രവർത്തിച്ച് കാണിക്കാനേ എനിക്കറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇട്ട് കൊടുത്ത പൊന്നാട ഉണ്ടല്ലോ അതെടുത്ത് ശ്രീധരേട്ടനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അന്നേരം ശ്രീധരേട്ടൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമാവുകയാണ്. വിഷ്ണുവും ശാലിനി എല്ലാവരും ഒരുമിച്ച് കൈയടിക്കുന്നുണ്ട്. ശ്രീധരേട്ടൻ കണ്ണ് ഒക്കെ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എൻ്റെ അച്ഛൻ മാത്രമാണ്, എൻ്റെ അച്ഛനുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ എത്തിയത് എന്നൊക്കെ ഈ കുട്ടി ഇങ്ങനെ സങ്കടത്തോടെ പറയുമ്പോൾ ശ്രീധരേട്ടന് സങ്കടം വരുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും ഇങ്ങനെ സന്തോഷത്തോടെ കൈയടിക്കുകയാണ്. ആ ഒരു അച്ഛനാണ് എല്ലാ നേട്ടത്തിനും കാരണം എന്നൊക്കെ ഈ കുട്ടി പറയുമ്പോഴും ശാലിനി ഇങ്ങനെ ശ്രദ്ധിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. വിഷ്ണുവിനെയും നോക്കുന്നുണ്ട്. വിഷ്ണു ആകെ സന്തോഷത്തിലങ്ങ് കൈയടിക്കുകയും ചെയ്യുകയാണ്. വിഷ്ണുവിനും പെൺകുട്ടികളാണല്ലോ. ശാലിനിക്ക് പക്ഷേ ആ ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ ശാലിനിക്ക് സങ്കടവും വരുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഇങ്ങനെ സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട്. തുടർന്ന് 2 വാക്ക് സംസാരിക്കാനായിട്ട് കളക്ടറെ ക്ഷണിക്കുന്നുണ്ട്. അന്നേരം ശാലിനി എഴുന്നേറ്റ് ചെല്ലുമ്പോൾ വിഷ്ണു ആർത്തുല്ലസിച്ച് കൈയടിക്കുകയാണ്. എല്ലാവരും കൈയടിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് സ്നേഹത്തിൻ്റെ, ഒത്തൊരുമയുടെ ഒരു കൂട്ടം ജനങ്ങളുടെ വിജയമാണ്. ഇവിടെ നിന്നും പഠിക്കാൻ ഇവിടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടിൻ്റെ ഫലം തന്നെയാണ് ഈ കുട്ടികളിങ്ങനെ പഠിച്ച് വളർന്ന് വരുന്നതുമൊക്കെ. ഈ പഠിക്കാൻ വളക്കൂറുള്ള മണ്ണിൽ നിന്നും ഒരു കളക്ടറോ പിന്നെ ഡോക്ടറോ ഒക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് ഇത്രയും സ്നേഹനിധിയായ മാതാപിതാക്കളുള്ള സ്ഥലത്ത് നിന്നും ഉണ്ടാകാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. കാരണം നിങ്ങൾ നന്മയുടെ കഷ്ടപ്പെടുന്നവരുടെ വിജയം തന്നെയാണിത്. ആ ഒരു സാധാരണക്കാർക്ക് ഇങ്ങനെ ആയി പറ്റാൻ കഴിയും. അതിന് ഉദാഹരണം തേടി വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഈ ഞാൻ തന്നെയാണ്, ഞാനും ഒരു സാധാരണക്കാരി തന്നെയാണ്. കുടുംബശ്രീ ശാരദയുടെ മകൾ, ചായക്കടക്കാരിയുടെ മകൾ, പിന്നെ വീട്ടിലെ പണിയും ഹോട്ടലിലെ പണിയും ഒക്കെ ചെയ്തിട്ട് കൃത്യമായി സ്കൂളിലേക്ക് പോവുകയും പിന്നീട് തിരികെ വീട്ടിൽ വന്നിട്ട് ഹോംവർക്ക് ചെയ്യുന്നതിനോടൊപ്പം പിന്നെ ഹോട്ടലിലെ പണിയൊക്കെ ചെയ്യുമായിരുന്നു. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി ഹോട്ടലിൽ വിൽക്കുകയും ചെയ്തിരുന്ന ഒരു അമ്മയുടെ മകളാണ്. അങ്ങനെയുള്ള എനിക്ക് ഒരു കളക്ടറാകാൻ കഴിയുമെങ്കിൽ ഇത്രയും സ്നേഹനിധികളായ അച്ഛനമ്മമാരുള്ള ഈ മക്കൾക്ക് എന്തുകൊണ്ടാകാൻ കഴിയില്ല, അങ്ങനെ ആവുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൈയടിക്കുകയാണ്. ശാലിനി വിഷ്ണു തന്നെയാണ് അതിനുള്ള ഏക ഉദാഹരണം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിനങ്ങ് സന്തോഷമാവുന്നുണ്ട്. വിഷ്ണു അങ്ങ് ആർത്തുല്ലസിച്ച് കൈയടിക്കുകയാണ്. ഇതേസമയം അവിടെ പുറത്താണെങ്കിൽ പീറ്ററും സഹായികളും കൂടി ആ മറ്റു കുട്ടികൾ മാറാനായിട്ട് കാത്തു നിൽക്കുകയാണ്. എന്നാലും ഒരു കുട്ടിയാൽ വെള്ളം കുടിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാവരും പോകുന്നുണ്ട്. സത്യയും പപ്പിയും മാത്രമാവുകയാണ്. അന്നേരം ഇവർ ക്ലോറോഫോമൊക്കെ എടുത്ത് കർച്ചീഫിലേക്ക് വെച്ചിട്ട് ഈ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം മക്കളെ അങ്കിൾ ആട്ടിത്തരണമെന്ന് ചോദിക്കുമ്പോൾ സ്പീഡിന് ആട്ടിത്തരുമോ എന്ന് ഇങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ആട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ മോളിതൊന്ന് മണത്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് സത്യയുടെ മൂക്കിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അന്നേരം സത്യ അങ്ങ് ബോധം കെടുകയാണ്. തുടർന്ന് മറ്റൊരാൾ പപ്പിയും
ബോധം കെടുത്തുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും ഈ 2 കുട്ടികളെ എടുത്ത് തോളിലിട്ട് കാറിലേക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് അവർ അവിടെ നിന്ന് വണ്ടി ആയിട്ട് സ്ഥലം വിടുന്നുണ്ട്. അന്നേരം ഊഞ്ഞാൽ മാത്രം ഇങ്ങനെ ആടുന്ന ആ ഒരു സീനും കാണിക്കുകയാണ്. ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ മറ്റു കുട്ടികൾ തിരിച്ചു വരുമ്പോൾ ഇവരെ ഇവിടെ കാണില്ല. ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ശാലിനിയും വിഷ്ണു ഇറങ്ങുമ്പോഴും കുട്ടികളെ കാണില്ല. അന്നേരമായിരിക്കും ഇവരെ അറിയുന്നതൊക്കെ. പിന്നീടാണ് ഈ വിഷ്ണു കുട്ടികളെ രക്ഷിക്കാൻ പോകുന്നതും പിന്നെ രോഹിത്തിനെ വിളിച്ച് ഉപേന്ദ്രൻ പറയുന്ന സീനൊക്കെ. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണുമായിരിക്കും. എന്തായാലും കുട്ടികൾക്ക് ആപത്തൊന്നും വരില്ല. വിഷ്ണു രക്ഷിച്ചു കൊണ്ട് വരിക തന്നെ ചെയ്യും. പിന്നെ രോഹിത്തിൻ്റെ കാര്യം എന്താകും എന്നുള്ളതും നൂർജഹാൻ്റെ കാര്യവുമാണ്. മിക്കവാറും നൂർജഹാനെ രക്ഷപ്പെടാനായിട്ട് സുബൈദ തന്നെ സഹായിക്കും. അനൂപും നൂർജഹാനും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് ശാലിനി തന്നെ നടത്തി കൊടുക്കുകയും ചെയ്യും. അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.